ലേവ്യ പുസ്തകം അധ്യായം 11. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവം പിന്നെയും മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ ഇവ. മൃഗങ്ങളിൽ കുളമ്പ് വിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതുമായതെല്ലാം നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് വിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്തവ ഇവ. ഒട്ടകം അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായക കൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം. കുഴിമുയൽ അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായക കൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം. മുയൽ അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെ എങ്കിലും അയവിറക്കുന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത്, പിന്നെ പിണം തൊടുകയും അരുത്, ഇവ നിങ്ങൾക്ക് അശുദ്ധം. വെള്ളത്തിലുള്ള എല്ലാറ്റിലും വെച്ച് നിങ്ങൾക്ക് തിന്നാവുന്നവ ഇവ. കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലുമുള്ളവയൊക്കെ നിങ്ങൾക്ക് തിന്നാം. എന്നാൽ കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിനെയും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പലും ഇല്ലാത്തതോ ഒക്കെ നിങ്ങൾക്ക് അശുദ്ധമായിരിക്കണം. അവ നിങ്ങൾക്ക് അശുദ്ധമായി തന്നെ ഇരിക്കണം. അവയുടെ മാംസം തിന്നരുത്. അവയുടെ പിണം നിങ്ങൾക്ക് അശുദ്ധമായിരിക്കണം. ചിറകും ചെതുമ്പലും ഇല്ലാതെ വെള്ളത്തിൽ ഉള്ളതെല്ലാം നിങ്ങൾക്ക് അശുദ്ധം ആയിരിക്കണം. പക്ഷികളിൽ നിങ്ങൾക്ക് അശുദ്ധമായിരിക്കേണ്ടുന്നവ അവയെ തിന്നരുത്, അവ അശുദ്ധമാകുന്നു. കഴുകൻ, ചെമ്പരുന്ത്, കടൽ റാഞ്ചൽ, പലതരം പരുന്ത്, പലതരം കാക്ക, ഒട്ടകപ്പക്ഷി, പുള്ള്, കടൽക്കാക്ക, പലതരം പ്രാപ്പിടയൻ, നത്ത്, നീർക്കാക്ക, കൂമൻ, മൂങ്ങ, വേഴാമ്പൽ, കുടുംബച്ചാത്തൻ, പെരിഞ്ഞാറ, പലതരം കൊക്ക്, കുളക്കോഴി, നരിച്ചീർ എന്നിവയും. ചിറകുള്ള ഇഴജാതികളിൽ നാലുകാൽ കൊണ്ട് നടക്കുന്നത് എല്ലാം നിങ്ങൾക്ക് അശുദ്ധമായിരിക്കണം. എങ്കിലും ചിറകുള്ള ഇഴജാതിയിൽ നാലുകാലിൽ നടക്കുന്ന എല്ലാറ്റിലും നിലത്ത് കുതിക്കേണ്ടതിന് കാലിന്മേൽ തുടവുള്ളവയെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഇവയിൽ പലതരം വെട്ടുക്കിളി, വിട്ടിൽ, ചീവീട്, തുള്ളൻ എന്നിവയെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ചിറകും നാലുകാലുമുള്ള ശേഷം ഇഴജാതിയെല്ലാം നിങ്ങൾക്ക് അശുദ്ധമായിരിക്കണം. അവയാൽ നിങ്ങൾ അശുദ്ധരാകും. അവയുടെ പിണം തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധൻ ആയിരിക്കണം. അവയുടെ പിണം വഹിക്കുന്നവനെല്ലാം വസ്ത്രം മലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. കുളമ്പ് പിളർന്നതെങ്കിലും കുളമ്പ് രണ്ടായി പിരിയാതെയും അയവിറക്കാതെയും ഇരിക്കുന്ന സകല മൃഗവും നിങ്ങൾക്ക് അശുദ്ധം. അവയെ തൊടുന്നവനെല്ലാം അശുദ്ധനായിരിക്കണം. നാലുകാൽ കൊണ്ട് നടക്കുന്ന സകല മൃഗങ്ങളിലും ഉള്ളംകാൽ പതിച്ചു നടക്കുന്നവ എല്ലാം നിങ്ങൾക്ക് അശുദ്ധം. അവയുടെ പിണം തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധൻ ആയിരിക്കണം. അവയുടെ പിണം വഹിക്കുന്നവൻ വസ്ത്രം മലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവ നിങ്ങൾക്ക് അശുദ്ധം. നിലത്ത് ഇഴയുന്ന ഇഴജാതിയിൽ നിങ്ങൾക്ക് അശുദ്ധമായവ ഇവ. പെരിച്ചാഴി, പലതരം ഉടുമ്പ്, അളുങ്ക്, ഓന്ത്, പല്ലി, അരണ, തുരവൻ, എല്ലാ ഇഴജാതിയിലും
ഇവ നിങ്ങൾക്ക് അശുദ്ധം. അവ ചത്ത ശേഷം അവയെ തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ചത്ത ശേഷം അവയിൽ ഒന്ന് ഏതിന്മേൽ എങ്കിലും വീണാൽ അതെല്ലാം അശുദ്ധമാകും. അത് മരപാത്രമോ വസ്ത്രമോ തോലോ ചാക്ക് ശീലയോ ഉപയോഗിക്കുന്ന പാത്രമോ എന്തായാലും വെള്ളത്തിലിടണം. അത് സന്ധ്യ വരെ അശുദ്ധമായിരിക്കണം, പിന്നെ ശുദ്ധമാകും. അവയിൽ യാതൊന്നെങ്കിലും ഒരു മൺപാത്രത്തിനകത്ത് വീണാൽ അതിനകത്തുള്ളതെല്ലാം അശുദ്ധമാകും. നിങ്ങൾ അത് ഉടച്ചു കളയണം. തിന്നുന്ന വല്ല സാധനത്തിന്മേലും ആ വെള്ളം വീണാൽ അത് അശുദ്ധമാകും. കുടിക്കുന്ന പാനീയവും ആ വക പാത്രത്തിലുണ്ടെങ്കിൽ അത് അശുദ്ധമാകും. അവയിൽ ഒന്നിന്റെ പിണം വല്ലതിന്മേലും വീണാൽ അതെല്ലാം അശുദ്ധമാകും. അടുപ്പോ തീച്ചട്ടിയോ ഇങ്ങനെ എന്തായാലും അത് തകർത്തു കളയണം. അവ അശുദ്ധമാകുന്നു. അവ നിങ്ങൾക്ക് അശുദ്ധമായിരിക്കണം. എന്നാൽ നീരുറവും വെള്ളവും ഉള്ള കിണറും ശുദ്ധമായിരിക്കും. പിണം തൊടുന്നവനോ അശുദ്ധനാകും. വിതയ്ക്കുന്ന വിത്തായ ധാന്യത്തിന്മേലും അവയിൽ ഒന്നിന്റെ പിണം വീണാലും അത് ശുദ്ധമായിരിക്കും. എന്നാൽ വിത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അവയിൽ ഒന്നിന്റെ പിണം അതിന്മേൽ വീണാൽ അത് അശുദ്ധം. നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന ഒരു മൃഗം ചത്താൽ അതിന്റെ പിണം തൊടുന്നവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അതിന്റെ പിണം തിന്നുന്നവൻ വസ്ത്രം വരയ്ക്ക് സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അതിന്റെ പിണം വഹിക്കുന്നവനും വസ്ത്രം വരയ്ക്ക് സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. നിലത്തിഴയുന്ന ഇഴജാതിയെല്ലാം മറപ്പാകുന്നു, അതിനെ തിന്നരുത്. ഉരസ്സുകൊണ്ട് ചരിക്കുന്നതും 4 കാൽ കൊണ്ട് നടക്കുന്നതും അല്ലെങ്കിൽ അനേകം കാലുള്ളതായി നിലത്ത് ഇഴയുന്നതുമായ യാതൊരു ഇഴജാതിയെയും നിങ്ങൾ തിന്നരുത്. അവ അശുദ്ധമാകുന്നു. യാതൊരു ഇഴജാതിയെ കൊണ്ടും സ്വയം അശുദ്ധമാക്കരുത്. അവയാൽ ദിനപ്പെടുമാറ് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു വിശുദ്ധന്മാരായിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച ദൈവം ഞാനാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. ശുദ്ധവും അശുദ്ധവും തമ്മിൽ ഭക്ഷിക്കാവുന്ന മൃഗത്തെയും തിന്നരുതാത്ത മൃഗത്തെയും തമ്മിലും വകാതിരിക്കേണ്ടതിന് ഇത് മൃഗങ്ങളെയും പക്ഷികളെയും വെള്ളത്തിൽ ചലിക്കുന്ന സകല ജന്തുക്കളെയും നിലത്തിഴയുന്ന ജന്തുക്കളെയും പറ്റിയുള്ള പ്രമാണമാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.